ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മളൊക്കെ ഹിന്ദിയിലെ പാർട്ട് 11 ചിടിയാക്ക ബച്ച. ചിടിയ പറഞ്ഞ എന്താ? ബേർഡ് അല്ലേ. ബച്ച പറഞ്ഞ എന്താണ്? കുട്ടി. അപ്പൊ ഒരു പക്ഷിക്കുട്ടിയുടെ കഥയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. രവിവാർ കാ ദിൻ താ. രവിവാർ മീൻസ് എന്താ? രവിവാർ പറഞ്ഞ സൺഡേ, അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. രാജു अपने मित्रों के साथ बाग में खेल रहा था. अपने मित्रों के साथ, मित्रों പറഞ്ഞാ ഫ്രണ്ട്സ്. അപ്പൊ രാജു അവന്റെ ഫ്രണ്ട്സ്മാരോടൊത്ത് ബാഗ് മേം ഗേൽ രഹാത്ത. ബാഗ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഗാർഡനിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ്? രാജു. അചാനക് ഉസ്കോ ദോമീസി ആവാസ് സുനായി ദി. അചാനക് യാദൃശികമായിട്ടാണ് ഒരു സൗണ്ട് കേട്ടത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദോമീസി, ഒരു പക്ഷിയുടെ ഒരു കരച്ചൽ കേട്ടത്. രാജു अपने मित्रों के साथ आम के पेड़ के नीचे पहुंचा. രാജു अपने मित्रों के साथ അങ്ങനെ എന്ത് ചെയ്തു? രാജു അവന്റെ ഫ്രണ്ട്സ്മാരോടൊത്ത് ആം കെ പേട് കെ നീച്ചെ, മാങ്ങമരത്തിന്റെ താഴേക്ക് പോയി. അപ്പൊ എന്താ കണ്ടത്? ജഗാം സേ ആവാസ് ആയി ദി. അപ്പൊ എന്താണ്? അവിടെ നിന്നാണ് എന്ത് വന്നത്? സൗണ്ട് വന്നത്. ആവാസ് മീൻസ് എന്താണ്? സൗണ്ട് വന്നത്. വഹാം പർ ഉനോനെ ദേഖ. അവിടെ എന്താണ് കണ്ടത്? ചിടിയാ കാ ഏക് ചോട്ടാ സാ ബച്ചാ ചീ ചീ കർ രോ രഹാ താ. അവിടെ എന്ത് കണ്ടു? ചിടിയാ കാ ഏക് ചോട്ടാ സാ ബച്ചാ, പക്ഷിയുടെ കുഞ്ഞു കുട്ടി അവിടെ എന്ത് ചെയ്യുന്നു? ചീച്ചി എന്ന കരഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ് രാജുവും രാജുവിന്റെ ഫ്രണ്ട്സ്മാരും കണ്ടത്. രാജു കെ മിത്ര ഗോപാൽ നെ ചുക്കർ ഉസെ അപ്പനി ഹത്തേലി പർ ഉഡാ ലിയ. പെട്ടെന്ന് തന്നെ രാജുവിന്റെ മിത്രമായിട്ടുള്ള ഗോപാൽ, രാജുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഗോപാലൻ എന്ത് ചെയ്തു? വേഗം അതിനെന്ത് ചെയ്തു? ചുക്കർ ഉസെ അപ്പനി ഹത്തേലി പർ ഉഡാ ലിയ. താഴെ നിന്ന് വേഗം എടുത്ത് കയ്യിൽ വെച്ചു. ചലോ ഇസേ ഗർ ലേ ചലോ. വേഗം നമുക്ക് എവിടേക്ക് പോവാം? വീട്ടിലേക്ക് കൊണ്ടുപോവാം. ചലോ പറഞ്ഞ വേഗം വീട്ടിലേക്ക് പോവാം. നിതിനെ കഹ. നിതിൻ അപ്പൊ പറഞ്ഞു ഇനി വേഗം നമ്മൾ അതിനെ വീട്ടിൽ കൊണ്ടുപോവാം. കമലാനെ നിതിൻ കോ രോക്തേ ഹുയേ കഹ ആവോ പഹലെ ഇസേ കുച്ച് ഗാനെ കോ ദേ ദേ. അപ്പോഴാണ് കമല പറഞ്ഞത്, കമലാനെ നിതിൻ കോ രോക്തേ ഹുയേ കഹ. അങ്ങനെ അവൻ കരയുന്ന രീതിയിൽ അയ്യോ അതിനെന്തെങ്കിലും കൊടുക്കണം, എന്താണ് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് അതിന് അങ്ങനെ ഒന്നും കിട്ടാതെ അത് മരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം? വേഗം എന്തെങ്കിലും അതിന് ആദ്യം എന്ത് ചെയ്യണം? എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. മോഹൻ ദൗഡ്കർ ഘർ സേ കുച്ച് ഗോഹു കെ ദാനെ ലേ ആയ. പെട്ടെന്ന് മോഹൻ എന്ത് ചെയ്തു? ദൗഡ്കർ വേഗം ഓടി ഘർ സേ കുച്ച് ഗോഹു കെ ദാനേക്ക് ആയ. എന്ത് ചെയ്തു? ഗോഹു എന്താണ് കുറച്ച് ധാന്യമണി എടുത്ത് കൊണ്ടുവന്നു. सबसे मिलकर चिड़िया के बच्चों के गेहूं गिलाने का प्रयत्न किया. എന്താണ്? സബ്സെ മിൽക്കർ എല്ലാം കൂടി ചിടിയാക്ക ബച്ച, അത് ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് ഗോഹു ഗിലാനേക്ക പ്രയത്ന കിയ. എന്താണ്? അത് കഴിക്കാനുള്ള ആരോഗ്യം എന്തിനുണ്ടായിരുന്നില്ല? ധാന്യമണികൾ കൊത്തിയെടുക്കാനുള്ള ശക്തി ആ കുഞ്ഞ് പക്ഷിക്ക് ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ചിടിയാക്ക ബച്ചനെ ഗോഹു നഹി ഗായ. അതെന്തില്ല? ഗോഹു ധാന്യമണി ആര് കഴിച്ചില്ല? കഴിക്കാനുള്ള ആരോഗ്യം ഇതിനുണ്ടായിരുന്നില്ല, പക്ഷിക്കില്ല. ചീച്ചി കരോത്ത് ഹി രഹ. അതെന്നും എന്ത് ചെയ്തു? യഥാസമയം ചീച്ചി എന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്തനേമേം രാജു കെ പിതാജി ബി വഹാം ആ ഗയേ. അപ്പോഴാണ് രാജുവിന്റെ അച്ഛൻ അവിടേക്ക് വന്നത്. ഉനോനെ ബച്ചോം കെ സമജായ അബി ചിടിയാ കാ ബച്ച ബഹുത് ചോട്ടി ഹേ. ഉനോനെ ബച്ചോം കെ സമജായ, അതിൽ നിന്ന് പിതാജിക്ക് അച്ഛൻ എന്താ മനസ്സിലായതെന്ന് പറഞ്ഞാൽ അബി ചിടിയാ കാ ബച്ച ബഹുത് ചോട്ടാ ഹേ. ആ പക്ഷിക്കുട്ടി ഒരുപാട് ചെറിയ കുഞ്ഞാണ്. വാ ഗോഹു കെ ദാനെ നഹി ഗാ സക്ത. ആ ധാന്യമണികള്
എന്ത് ചെയ്യില്ല, അത് കഴിക്കില്ല. ആവോ മുസെ ഗോംസലെ മേം ഹി രഹ്തേ, വരൂ അതിന്റെ ഗോംസലെ മീ രഹ്തേ, ഗോംസലെ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്, കൂടിൽ തന്നെ വെക്കൂ. ഗോംസലെ പേട് കി ഏക് ചുക്കി ഹുയി ശാഖ പർത്ത, ഗോംസല എവിടെയാണ്? മരത്തിന്റെ നല്ല ചുക്കി ഹുയി ശാഖ പർത്ത, അതിന്റെ ഒരു വലിയ കൊമ്പിന്റെ ഇടയിലാണ് എന്താണ് കൂട് ഉള്ളത്. पिताजी ने चिड़िया के बच्चे के घोंसले में रख दिया, पिताजी ने चिड़िया के बच्चे के घोंसले में रख दिया. എന്ത് ചെയ്തു? പിതാജി എന്ത് ചെയ്തു? കൂട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ചിടിയാക്കെ ബച്ചേക്കെ രോനെ ബന്ദ് ഹോ ഗയേ, അതിലെന്ത് ചെയ്തു? പിതാജി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കുട്ടിയെ എവിടെ വെച്ചു? ആ കൂട്ടിൽ തന്നെ വെച്ചു. രഖ് ദിയ, ചിടിയാക്കെ ബച്ചേക്കോ ഗോംസലെ മേം രഖ് ദിയ, പിതാജി എന്ത് ചെയ്തു? ആ കൂട്ടിൽ തന്നെ ആ കുട്ടിയെ കൊണ്ടുവച്ചു. ആ സമയത്ത് ചിടിയാക്ക ബച്ചാക്ക രോന ബന്ദ് ഹോ ഗയ, അപ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ നിന്ന്, ആ പക്ഷിക്കുട്ടിയുടെ കരച്ചിൽ അങ്ങനെ നിന്നു. വാഹ് പേട് കെ നീച്ചെ ഗഡേ ബച്ചേം കോ ദേഖ്നെ രഹാ, വാഹ് പേട് കെ നീച്ചെ ഗഡേ ബച്ചേക്കോ ദേഖ്നെ രഹാ, അപ്പോൾ പക്ഷി എന്ത് ചെയ്തു? മുകളിൽ നിന്ന് താഴെ നിൽക്കുന്ന കുട്ടികളെ ഇങ്ങനെ നോക്കി. ബച്ചോം ഖുഷി സേ താലിയാം ബജാനെ ലഹാ, അങ്ങനെ കുട്ടികൾക്ക് അത് കണ്ടതും ഭയങ്കര സന്തോഷമായി അവര് കൈകൊട്ടി ചിരിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചിടിയാക്ക ബച്ച.